ഒരു കമന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ കമന്റ് ആണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. നമ്മുടെ രേണുസുധിയുടെയും സജീനയുടെയും വിഷയം സോഷ്യൽ മീഡിയ കിടന്ന് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. സജീന വ്ലോഗ്സ് ആദ്യം ഒരു വീഡിയോ ഇട്ട്, ആ വീഡിയോക്ക് നമ്മളും പ്രതികരിച്ചു, പല ആൾക്കാരും പ്രതികരിച്ചു. ഈ സാധനം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ സാധനത്തിന് ഇപ്പോ സജീന രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊക്കെ സംസാരിക്കാൻ എന്നെ അതിലേക്ക് വലിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ സജീന ഇട്ടൊരു കമന്റ് ആണ്. ദേവ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സജീന വ്ലോഗ്സ് ചെയ്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ഈ വീഡിയോക്കകത്ത് സജീന ഇട്ട വീഡിയോക്കകത്ത് സജീന പറയുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ട് ബിഷപ്പിന്റെ നോട്ടീസിന്റെ വിവരം, അല്ലെങ്കിൽ ഞങ്ങൾ ബിഷപ്പിന്റെ അടുത്ത് പോയ വിവരം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് വിവിയുടെ ചാനലാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എല്ലാവരും അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു, മെജോറിറ്റി ആളുകളും. അതിനെക്കുറിച്ച് ദേവ് പറഞ്ഞതിന്റെ താഴെ സജീന വ്ലോഗ്സ്, ഇവര് അറിയാലോ മുജെ ദുഷ്മൻ ചകടയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴെ ഒരു കമന്റ് വന്നു, സജീനയുടെ ഒരു കമന്റ്. അയ്യോ, അത്രയ്ക്ക് കഴിവൊക്കെ ഉണ്ടായിരുന്നോ വിവിക്ക്? എന്റെ പൊന്ന് ദേവ, അത് ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. വിവിക്ക് അത്രയും കഴിവുണ്ട്. വിവിക്ക് അത്രയും കഴിവുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ മൊഴിയുന്നതിന് മുമ്പ് വിവിയുടെ ചാനലിൽ കൂടെ നിങ്ങൾ ബിഷപ്പിനെ പോയി കണ്ടു ക്ഷമ ചോദിച്ചു എന്നുള്ള സാധനം വന്നത്. അപ്പൊ പുള്ളിയുടെ കഴിവിനെ നിങ്ങൾ അളക്കാൻ നിൽക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി വാളും. ഓക്കെ, വിവിനെ മാത്രമല്ല അതുലിനെയും മറ്റു പല കഴുകന്മാരെയും കുറിച്ച് സജീന വ്ലോഗ്സ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇനി സജീന പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യത്തെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്ന വിവിക്കായിരിക്കും. അതുകൊണ്ടാണ് വിവി ഷെഫീനത്താക്കം കിട്ടിക്കാണാൻ, ഷെഫീനത്തെ പക്ഷേ അത് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, അത് പറഞ്ഞിട്ടില്ല. ബിഷപ്പിന്റെ അടുത്ത് നമ്മൾ പോയ വിവരം ഷെഫീനത്താക്കം കിട്ടിക്കാണാൻ സാധ്യതയുണ്ട്. പിന്നെ വിവിയുടെ ചാനലിലാണ് അത് ആദ്യം ഇട്ടത്. അപ്പൊ എന്തായാലും അച്ഛൻ പറയാതെ വിവി അറിയത്തില്ലല്ലോ, അത് ഓക്കെ. അപ്പം അതേ കണക്ക് തന്നെ അതൊന്ന് ഓക്കെ. അപ്പൊ അച്ഛൻ പറയാതെ വിവി അറിയത്തില്ലല്ലോ. നിങ്ങൾ അവിടെ ചെന്ന വിവരം നിങ്ങൾ നിങ്ങളുടെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വിവി അദ്ദേഹത്തിന്റെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിടിപാട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ വീഡിയോ തുടർന്ന് കാണുന്നവര് നമ്മൾ ഈ സജീനന്റെ ആദ്യത്തെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നൈസ് ആയിരിക്കും സാധനം. ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സജീന ചേച്ചിക്ക് പറയാനുള്ള ബാക്കിയാക്കാം. പിന്നെ രേണുവിന്റെ ചേച്ചി എന്നോടത് പറയുമ്പോൾ പറഞ്ഞത്, രേണു ഇതാണ് ബിഷപ്പിന് പറയാനുള്ളത് ഇങ്ങനെയാണ്. സജീന, ഞങ്ങളടുത്ത് അച്ഛന് ഒരു വിരോധമില്ല, ഞങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്, അച്ഛന് ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ബ്ലോഗർമാർക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇവന്മാരെന്താണ് ഈ പ്രശ്നങ്ങൾ ഇത്ര വഷളാക്കുന്നത്? അച്ഛൻ പറഞ്ഞ വോയിസ് ഞങ്ങളെ കിടപ്പുണ്ട്, ആവശ്യമെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഈ ബ്ലോഗർമാരെന്നല്ല, ഈ മീഡിയക്കാരാണ് അച്ഛനെ കൊണ്ട് ഒരു ഇന്റർവ്യൂ എന്റെ ഒരു ഇന്റർവ്യൂ രേണുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം പറഞ്ഞാൽ ഞങ്ങളത് ഹൈപ്പിൽ കൊണ്ടുപോകാം, മറ്റേതേ മറിച്ചേം പറഞ്ഞാൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതി. നിങ്ങളുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ആദ്യം നമ്മളൊന്ന് പറയുന്നത് അതേ സാധനം തന്നെ നമ്മൾ വീണ്ടും പറയണം, പിന്നെ അത് മാറ്റി പറയാൻ പാടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരാളെ വിളിക്കുക. അപ്പൊ അവിടെ ശോഭ എവിടെ നിൽക്കുന്നു, ശോഭേ എന്ന് വിളിക്കുന്നു, വ്യത്യാസമുണ്ട്. അത് ആ ടോണിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കുക. ഇതിനകത്ത് ഇവര് പറയുന്നത്, രേണുവിന്റെ ചേച്ചി ബിഷപ്പിനെ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിന് ഒരു വിരോധമുണ്ടോ? അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? ശരിക്കും അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ് ഞാൻ ഒന്ന് കേൾപ്പിക്കട്ടെ. ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിക്കപ്പൻ പറയുന്ന ആളുടെ ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിക്കപ്പൻ എന്ന് പറയുന്ന ആളുടെ ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലാതെ ഒരു വോയിസ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്, അത് ആവശ്യമെങ്കിൽ ഞങ്ങൾ കേൾപ്പിക്കാം, അതിനകത്ത് ബിഷപ്പിന് ഞങ്ങൾ ഇവരവിടെ താമസിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ബിഷപ്പിന്റെ എന്തൊരു ഒരു വോയിസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പുറത്ത് വിട്ട് കഴിഞ്ഞ് ഈ നാട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. എന്നിട്ട് പിന്നെ അയ്യോ ഞാൻ ഉദ്ദേശിച്ച അതല്ല ഇതായിരുന്നു കേട്ടോ എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഒരു സാധനം പബ്ലിക്കിൽ വന്ന് അവതരിപ്പിക്കുമ്പോഴത്തേനും നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യം കറക്റ്റ് ആണെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയും കൂടെ കറക്റ്റ് ആണ്. ബേസിക്കലി ഈ രേണു ഇപ്പൊ നേരിടുന്ന 99.99% പ്രശ്നങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. പക്ഷെ ഇവരൊരു നല്ല കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ നല്ല കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതാണ് സംഭവം. അച്ഛന്റെ ഒരു വോയിസ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അച്ഛൻ അങ്ങ് ഒതുങ്ങട്ടെ. അച്ഛൻ ഒതുങ്ങിയില്ല, അച്ഛൻ ആ വോയിസ് പുറത്ത് വിട്ടു. എന്നാ പിന്നെ വോയിസ് ഉണ്ടെന്നാണ് ഞാനും പറഞ്ഞത്. ഞാൻ വോയിസ് ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്ത് വോയിസ് എന്ന് ഞാൻ പറഞ്ഞില്ലോ. എന്റെ ഒരു വോയിസ് നമ്മുടെ കയ്യിലുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ പ്ലേറ്റ് അങ്ങ് കമത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് നിലപാട് ചെറുതായിട്ടൊന്ന് പഴിച്ച നല്ലായിരുന്നു കേട്ടോ. നിലപാടില്ല. ആദ്യം ബിഷപ്പിനെ കുറ്റം പറഞ്ഞു, പിന്നെ ബിഷപ്പിനെ ന്യായീകരിച്ചു പറഞ്ഞു, ആദ്യം ദേവിനെ കുറ്റം പറഞ്ഞു, പിന്നെ ദേവിനെ ന്യായീകരിച്ചു പറഞ്ഞു, പിന്നെ കമന്റ് ബോക്സിൽ നിന്ന് ദേവിനെ കുറ്റം പറഞ്ഞു, ആദ്യം വിവിയെ ന്യായീകരിച്ചു പറഞ്ഞു, പിന്നെ വിവിയെ കുറ്റം പറഞ്ഞു, പിന്നെ വിവിയെ വന്നു ഇത് പറഞ്ഞു, ആദ്യം ഷെബീനെ ചേച്ചിയെ കുറ്റം പറഞ്ഞു. പിന്നെ ഇവർക്ക് നിലപാടേ ഇല്ല. നമ്മൾ നിലപാടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. നിലപാട് എന്താ പോലും ഇവർക്ക് അറിയത്തില്ല. നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിലപാട് ഏതാന്നൊക്കെ ചോദിച്ചോ, നമുക്ക് ബാക്കിയേക്കാം. കുറച്ചൊക്കെ അങ്ങ് നിർത്തറ ശവന്തീനി. ഇപ്പൊ നീ ഇടുന്ന വീഡിയോക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. 150, 200 ഒക്കെ അങ്ങ് ഓടുന്നുണ്ട്.
അതുൽ വ്ലോഗ്സിനെ കേട്ടോ പറയുന്നേ. അതുൽ വ്ലോഗ്സിന് 150-100K വ്യൂസ് ഒക്കെ ഉണ്ടെന്ന്. അയ്യോ, അതിൽ ആദ്യമായിട്ടാണ് 150-100K വ്യൂസ് ഒക്കെ കാണുന്നത്. സജിന ചേച്ചിനെ രേണുവിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കയറും, അല്ലാതെ അതിൽ നിന്ന് റീച്ച് ഒന്നും ഇല്ലെന്നാണ് മാഡത്തിന്റെ ഒരു അഭിപ്രായം. ആ കാശ് ഇങ്ങോട്ട് മേടിച്ച് തിന്നുമ്പോഴേ ഇവിടെ അങ്ങോട്ട് ദഹിക്കുമ്പോൾ മനസ്സിൽ ഓർക്കണം ഇത് എങ്ങനെ കിട്ടിയ കാശാണെന്ന് കൂടി. അത്രേ ഉള്ളൂ സാധനം. ഈ സാധനം നിങ്ങൾ നേരെ രേണുവിന്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയുക, രേണു നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കണ്ടന്റ് ഉണ്ടാക്കി ശാപ്പാട് മേടിച്ചടിക്കുമ്പോഴത്തേനും തൊണ്ടക്കുഴി നിറങ്ങുമെന്ന് നിങ്ങൾ രേണുവിനോടും ചോദിച്ചു വെക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെന്ന് പറയാം, രേണു ചെയ്യുന്നൊക്കെ നല്ല കാര്യങ്ങളും ഓ രേണു ചെയ്യുന്ന കൂട്ട് നിങ്ങൾ പറ, നിങ്ങൾ ചെയ്യുന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണോ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? എന്നിട്ട് അവരെ ശവന്തീനിന്ന് ഈ സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുന്നു, ആ പ്രശ്നത്തിനെതിരെ ചില ആൾക്കാർ സംസാരിക്കുന്നു. അതാണല്ലോ ഇപ്പൊ പ്രശ്നം. ഈ പ്രശ്നത്തിനെതിരെ സംസാരിക്കുന്ന ആളാണോ പ്രശ്നം, പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ പ്രശ്നം? അതെ, നിങ്ങളുടെ അഭിപ്രായം, കാണുന്നവരുടെ അഭിപ്രായം ഒന്ന് കമന്റുകളായിട്ട് ഇടും, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. സംഭവം ഇതിനകത്ത് രേണു വന്നിട്ട് ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു. ഈ കോൺട്രവേഴ്സികളെ കുറിച്ച് ഇത് രേണു മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സി. ഞാൻ ഒരു മുസ്ലിം യുവാവായിട്ട് പ്രണയത്തിലാണ്, സുധിച്ചേട്ടാ അവിടെ മാറിക്കേട്ടാ, ഈ ഒരു സാധനം രേണു പലയിടത്തായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ വൈകിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ് ഒരു വീഡിയോ ചെയ്തുതരാം. രേണു അത് ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട് കൊടുത്തു, വീടിനെ കുറെ കുറ്റം പറഞ്ഞ്, വീടിനെ കുറെ നല്ലത് പറഞ്ഞ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ രേണു അവതരിപ്പിക്കുന്നുണ്ട്. രേണുവിനെ സഹായിച്ച താജ് പത്തനംതിട്ട, അദ്ദേഹത്തെ പറയാൻ ഇനി അപരാധങ്ങളൊന്നുമില്ല. ആരൊക്കെ രേണുവിനെ സഹായിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ബാക്കിൽ നിന്ന് കുച്ചാന്ന് കുത്തുകയാണ് രേണു ചെയ്തത്. ഈ സാധനത്തിനെതിരെ സംസാരിക്കുന്നതാണോ ശവം തിന്നുന്നത്? അപ്പൊ ഇമാതിരി കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇമാതിരി ടോപ്പിക്കുകൾ ഉണ്ടാക്കുന്ന രേണുവിനോട് പോയി നിങ്ങൾ പറയുക, അരേ ശവന്തീനി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി ശാപ്പാടടിക്കുമ്പോഴത്തേനും അതിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേനും നിനക്ക് കുത്തലൊന്നും ഇല്ലേ, നിങ്ങൾ രേണുവിനോട് ചോദിക്കുക കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. രേണുവിന്റെ സൈഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഈ നിങ്ങൾ പറഞ്ഞ പോലെ കഴുകന്മാരിത് തിന്നാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പൊ എന്നെ തിന്നോടാ കഴുക എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കഴുകമെന്ന് കുത്തിപ്പറിച്ചിട്ട് പോകുന്നു, മനസ്സിലാക്കാം. എടാ ദഹിക്കണോടാ, നമുക്കത് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഒരു പരിധി, ഒരു അല്പസ്വല്പം നന്മയും കൂടി ചേർത്തൊക്കെ വീഡിയോ ഇടാം. കാരണം എന്നും തിന്നണം ആ ബോധ്യം ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ ആ പരിധി ഏതാന്നുള്ളതൊന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. നമ്മളെ പരിധിക്കകത്ത് നിർത്തിയും ചെയ്യാം. പിന്നെ സ്വല്പം നന്മകളൊക്കെ ഇതും മറ്റേ നിങ്ങളുടെ സുഹൃത്തിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സുഹൃത്താണോ നിങ്ങൾ അവരുടെ സുഹൃത്താണോ, രേണുവിനോട് പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്നും അത് ദഹിക്കണമെങ്കിൽ. അയ്യോ, വിശപ്പെന്ന് പറഞ്ഞാൽ ഒലിച്ചു കിടക്കുന്ന ഒരാള് മനസ്സിലാ. നീ പറഞ്ഞല്ലോ സജീന ഇപ്പൊ ഡബിൾ സ്റ്റാൻഡ്, എന്തിനാണ് ഡബിൾ സ്റ്റാൻഡ്? സജീന പുറമേ നിന്ന് കുത്തിയത് എന്തിനാ? പുറമേ നിന്ന് കുത്തുന്ന? എനിക്ക് കുത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിന്ന് തന്നെ കുത്തും. അത് കുത്തേണ്ടുന്ന ആരെയാണ്? അപ്പൊ കുത്തും, അതുറപ്പാണ്. പുറകിൽ കുത്തിയിട്ടില്ലെങ്കിൽ മുമ്പിൽ നിന്നാലും കുത്തും സജീന. അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് സജീന പറഞ്ഞത്. എന്റെ പൊന്നു സജീന, നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് ഒന്നുമല്ല കളിക്കുന്നത്, നിങ്ങൾ ട്രിപ്പിളോ ഫോറബിളോ സ്റ്റാൻഡൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, പിന്നെ നിങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു, പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എതിർക്കുന്നു. അതിനൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എതിർക്കുമ്പോഴും ഒരു വ്യക്തിയെയാണ് എതിർക്കുന്നത്. നിങ്ങളല്ലാതെ ആ ഒരു വിഷയത്തിനെയോ അവിടെ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണത്തെയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സ്ഥാനങ്ങളെ അല്ല എതിർക്കുന്നത്, ഒരു വ്യക്തിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ ഒരാളെ എതിർത്തു, അതിനെ ന്യായീകരിച്ചോ, പക്ഷെ അതിനുള്ള കാരണം പറയണം. എന്തിനാണ് നിങ്ങൾ എതിർത്തത്, എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ സാധനം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീർന്നു. ഇതൊന്നുമല്ല, എതിർക്കാം, സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് മൊത്തം പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ വീഡിയോ നിങ്ങൾ തന്നെ എടുത്ത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നുള്ളത്. നമുക്ക് ബാക്കി പൊലിപ്പിക്കുന്ന രേണുസുതി അത് പറഞ്ഞു, രേണുസുതി ബിഷപ്പിന് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മറ്റേത് പറഞ്ഞു. 3 മാസത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണെന്ന് വളരെ താഴ്മയോടുകൂടി ഞാൻ എന്റെ ഫ്രണ്ട്സിന്, ഇത് കാണുന്ന മോശം കമന്റ് ഇടുന്നവർക്കായാലും പോസിറ്റീവ് കമന്റ്, 3 മാസം മുമ്പത്തെ സാധനമാണ് ഈ രേണുസുതി ബിഷപ്പിനെ വിഷപ്പാമ്പെന്ന് അഭിസംബോധന ചെയ്ത സാധനം. പറഞ്ഞാൽ ഇത് പഴയ കണ്ടന്റാണ്, ഇതിപ്പോ കുത്തിപ്പൊക്കാതെ എന്നാണ് സജീന ചേച്ചി പറയുന്നതിന്റെ അർത്ഥം. 3 മാസം മുമ്പ് രേണു പറഞ്ഞതിനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ 7 മാസം മുമ്പ് ബിഷപ്പ് രേണുവിനെ പറഞ്ഞത് സജീന ചേച്ചിക്ക് 2 ദിവസം മുമ്പ് വന്നതുപോലെ സംസാരിക്കാൻ പറ്റും. അതിന് കുഴപ്പമില്ല. ആ 3 മാസം സംസാരിക്കാൻ പാടില്ല, 7 മാസം നമുക്ക് സംസാരിക്കാം. അതാ അതിന്റെ പ്രശ്നം. സംഭവം മനസ്സിലായല്ലോ. 7 മാസം മുമ്പ് ബിഷപ്പ് രേണുവിനെ ന്യായീകരിച്ചൊരു വീഡിയോ ചെയ്തതിനെ 2 ദിവസം മുമ്പ് പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ആ 2, 3, 4 ദിവസം മുമ്പേ പുള്ളിക്കാരി എതിർത്ത് സംസാരിച്ചു. പറഞ്ഞെന്താ, ഞാനിപ്പോഴാ വീഡിയോ കണ്ടു, എന്റെ മുമ്പിൽ ഇപ്പോഴാണ്. അതുപോലെ തന്നെ ചില വ്ളോഗർമാരുടെ മുമ്പിൽ രേണു അങ്ങനെ അഭിസംബോധന സാധനം ഇപ്പോഴാണ് വന്നത്. റിലവന്റ് അല്ലേ?
കമന്റ് ഇടുന്നവരെടുത്താലും ഞാൻ പറയുന്നു, 3 മാസത്തിന് മുന്നെയാണ് ആ വിഷപ്പാമ്പ് എന്നുള്ളൊരു വാക്ക് രേണുസുതി വിളിച്ചത്. അന്ന് കേസ് കൊടുത്തതിന്റെ അന്ന് തന്നെയായിരുന്നു ഈ ലൈവ് പോയത്. അതിനുശേഷം വേറെ ഒരു പ്രശ്നവും ഞാൻ എന്റെ ചാനലിൽ അച്ഛനെ മോശമാക്കുന്നത് പറഞ്ഞിട്ടില്ല, രേണുസുതിയും പറഞ്ഞിട്ടില്ല. ഇവരൊരു സാധനം പറയുന്നുണ്ട്. ഇവര് രേണുവിനോട് പറഞ്ഞു, ഇനി ബിഷപ്പിനെതിരെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ വീടിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്തരുതെന്ന് സജീന രേണുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രേണു ഇനി അങ്ങനെ സംസാരിക്കത്തില്ല എന്ന് സജീന പറയുന്നുണ്ട്. അതും എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം അവരെ ഇത്രയും നാൾ കുഴിയിലോട്ട് തള്ളിയിട്ടുകൊണ്ടിരുന്ന നീ ഇപ്പൊ ഒരു വള്ളി ഇട്ട് കൊടുത്തു, രേണു ആ വള്ളി പിടിച്ചാൽ കയറിക്കോളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ രേണു അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. രേണു ഇപ്പൊ ചോദിക്കുമ്പോഴത്തേനും അത് നിയമപരമായിട്ട് പോകുന്നത് നിയമത്തിന്റെ പാതയിലല്ലേ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കേട്ടുകളാം. അതിന് റെസ്പോൺസ് നിയമപരമായിട്ടല്ലേ നമുക്ക് നോട്ടീസ് കിട്ടി, അപ്പൊ തിരിച്ച് നിയമപരമായിട്ട് തന്നെ നമുക്ക് പോകാം. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. തിരിച്ചു വെളിപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുതിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ പുള്ളിക്കാരി ആ സംഭവം നൈസിന് അടിച്ചു വിടുന്നുണ്ട്. അതെനിക്ക് സജീനയിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. കൊള്ളാം, അങ്ങനെ വേണം ഒരു സുഹൃത്തായ. അല്ല മറ്റേ പരിപാടി കാണിക്കരുത് എന്നാണ് എനിക്ക് സജീനോട് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യാം. ഒരു ഭാഗം കൂടെ കണ്ടിട്ട് സംഭവം എന്തിനാന്ന് മനസ്സിലായല്ലോ. ഫിറോസിക്ക രേണുവിനെ രേണുവിന്റെ പിതാശ്രീയായിട്ടുള്ള മിസ്റ്റർ തങ്കച്ചനെയും അഭിസംബോധന ചെയ്തു. അതിനെതിരെ രേണു പറഞ്ഞിട്ട് ഇക്കയെന്നല്ല ഞാൻ തെണ്ടിയും ചെറ്റിയൊക്കെയത് ഒരു ചാറ്റന്റെ ഇരിപ്പുണ്ട്, നമ്മൾ നല്ല ചാറ്റായിരുന്നു കേട്ടോ, ഒരു ചാറ്റ് നമ്മുടെ ഇരിപ്പുണ്ട് എന്ന് ഒരു സാധനം പടച്ചു വിട്ട്. ഈ സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഫിറോസിക്ക ലേച്ചൻ എന്നൊരു സാധനം പുള്ളിക്കാരി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇട്ടുകൊടുത്തു. ആ സാധനത്തിനെ കുറിച്ചിട്ടാണ് സജീന പറയുന്നത്. നിങ്ങൾ സജീനയുടെ ഫേസ് എക്സ്പ്രഷനിലേക്ക് നോക്കുക. പുള്ളിക്കാരിക്ക് പൊട്ടിച്ചിരി വരുന്നു, പക്ഷെ കടിച്ചമർത്തിയിരിക്കുകയാണ്. എന്തിനാ ചിരി വരുന്നതെന്ന് മനസ്സിലായി. നമുക്ക് കേൾക്കാം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ രേണുവിന്റെ വീട്ടിലുണ്ട്. പക്ഷെ ഇവൾ ഈ വീഡിയോ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്, മനസ്സിലായ. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് രേണു സുധിയും ചേച്ചിയും കൂടി ആ വക്കീൽ നോട്ടീസ് മേടിക്കാനായിട്ട് പോവുകയാണ്. പോയിട്ട് ഇവൾ ആ ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇട്ടതാണ് ഈ വീഡിയോസ്. ഇതെല്ലാം അവൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട്ടിൽ ഇരുന്നിട്ട് പോലും ഞങ്ങളിത് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, രേണു സുധി ഇത് ഇട്ട നിനക്ക് തന്നെ നെഗറ്റീവ് കമന്റ് വരത്തില്ലേ? സ്വാഭാവികം. രേണു സുധി ഓട്ടോയ്ക്കകത്തിരുന്ന് വീഡിയോ എടുക്കുന്നു. ഓട്ടോയ്ക്കകത്തിരുന്നെടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അറിയത്തുള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്നെന്ന് പറഞ്ഞു രേണു ഓട്ടോയ്ക്കകത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ടെലിപ്പതി വഴി വരുമോ? എനിക്ക് മനസ്സിലായില്ല. അതോ നിങ്ങളെല്ലാം കണ്ട് ഓക്കെ അപ്രൂവ് കൊടുത്തതിന് ശേഷമാണോ രേണു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്? എനിക്ക് പരിപാടി മനസ്സിലായില്ല കേട്ടോ. സത്യം എനിക്ക് പരിപാടി മനസ്സിലായില്ല. ഞങ്ങൾ ഈ സമയം രേണുവിന്റെ വീട്ടിലുണ്ടായിരുന്നു. രേണു ഓട്ടോയിൽ നിന്ന് അപ്ലോഡ് ചെയ്തു. പക്ഷെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അതിന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിന് മുമ്പ് രേണു ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങളുടെ കറുത്ത കരങ്ങൾ അല്ല വെളുത്ത നിങ്ങളുടെ കരങ്ങൾ അതിന്റെ പുറകിലുണ്ടെന്ന് വേണ്ടേ നമ്മൾ ആ ഡയലോഗിന് മനസ്സിലാക്കാൻ. എനിക്ക് അറിയത്തില്ല കേട്ടോ. നീ എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് വെച്ചപ്പം ചേച്ചി ഉള്ളതാച്ചി പറഞ്ഞത്. എനിക്കിത് നാറാനൊന്നുമില്ല. ഇനി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വന്നു കഴിഞ്ഞു, ഇനി എനിക്കെന്താ നാറാൻ? എന്തായാലും ഞാൻ നാണം കെട്ടിരിക്കുക, എനിക്കൊരു വിഷയമില്ല. പക്ഷെ അവനങ്ങനെ പുണ്യാളനാവണ്ട എന്നാ പറഞ്ഞത്. അവളൊരു ചാറ്റിയോട് കാണുമായിരിക്കും. അപ്പൊ ഫിറോസ് അത്ര വലിയ ഉള്ളിയൊന്നും അല്ല, മോശക്കാരനൊന്നും അല്ല എന്നർത്ഥം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ നാളെ മൊത്തം ഒന്നും അറിയും. ഇപ്പൊ അയാളൂടെ നാറട്ടെ, എന്നെ കുറ്റം പറഞ്ഞില്ലേ, നാരട്ടെ അയാളങ്ങോട്ട്. ഈ സാധനമാണ് രേണു പറിച്ചു വിട്ടതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം ഒരു ക്ലിപ്പ് കാണിച്ചില്ലേ, ആ ഒരു സാഹചര്യത്തിൽ രേണുവിനോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും രേണു വീണ്ടും തെറ്റിദ്ധരിപ്പിക്കലിന്റെ പാതയിൽ തന്നെയാണ്. രേണു അപ്പോഴും പറയുന്നത് അങ്ങനെ നാട്ടുകാരങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് ഇപ്പോ നമ്മളെന്ത് ചെയ്യാനായിട്ടാണ്? നാട്ടുകാർ തെറ്റിദ്ധരിക്കട്ടെ എന്നൊരു സാധനത്തിൽ തന്നെയാണ് രേണു പറയുന്നത്. പക്ഷെ ആ സാധനത്തിനെ തിരുത്താൻ രേണു തയ്യാറായിട്ടില്ല. എന്തായാലും കൊള്ളാടെ, രേണു സജീനയൊക്കെ അടിച്ച് കസറങ്ങോട്ട്. അപ്പോ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ അപ്പുറത്ത് മറ്റൊരു കാണാം.